إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وتضحكون ولا تبكون وأنتم صامدون فاسجدوا لله واعبدوا സ്നേഹധന്യരായ വിശ്വാസിനികളെ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഒരു മാസത്തെ സ്വീകരിച്ച് അതിൻ്റെ 2 ഭാഗം പൂർത്തിയാക്കി അതിൻ്റെ അവസാന ദിനരാത്രങ്ങളെ കാത്തിരിക്കുന്ന നമ്മൾ അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും ഉന്നതമായ അർഹമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമളാനിനെ പൂർത്തിയാക്കാൻ റയ്യാൻ എന്ന കവാടത്തിലൂടെ യാത്ര ചെയ്യുന്നവരായി മാറാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ ഒരാളായ അബൂദർദാ റളിയല്ലാഹു അൻഹു കഠിനമായ തണുപ്പുള്ള ഒരു രാത്രിയിൽ അദ്ദേഹത്തിനു ചില വിരുന്നുകാർ വരികയാണ്. ചൂടുള്ള ഭക്ഷണം നൽകി കിടക്കാനുള്ള സ്ഥലം നിശ്ചയിച്ചു കൊടുത്തു. അദ്ദേഹം അവർക്ക് പുതപ്പ് നൽകിയില്ല. ഉറങ്ങാൻ നേരമായപ്പോൾ വിരുന്നുകാരുടെ ചർച്ച ഈ കഠിനമായ തണുപ്പുള്ള രാത്രിയിൽ അബൂദർദാഇന്റെ അരികിൽ വിരുന്നുകാരായി എത്തിയിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് അദ്ദേഹം പുതപ്പ് നൽകാതിരുന്നത്? ചർച്ചയിൽ ഒരാൾ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചെന്നു. അദ്ദേഹം കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ അരികിൽ ഭാര്യ ഇരിക്കുന്നുണ്ട്. വളരെ നേർത്ത ഒരു തുണിയാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട്
അവർ ചോദിക്കുന്നുണ്ട്, അല്ലയോ അബൂദർദായെ, ഞങ്ങൾ കിടക്കുന്നത് പോലെയാണല്ലോ നിങ്ങളും കിടക്കുന്നത്. നിങ്ങളുടെ സാമഗ്രികൾ എവിടെ? പുതക്കാനുള്ള പുതപ്പുകൾ എവിടെയാണ്? അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞങ്ങൾക്ക് മറ്റൊരു വീടുണ്ട്. കിട്ടുന്ന സാമഗ്രികളൊക്കെ ഞങ്ങൾ അവിടേക്ക് അയക്കുകയാണ്. ഈ വീട്ടിൽ വല്ലതും ശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ തരാതിരിക്കുകയില്ല. മറ്റേ വീട്ടിലേക്കുള്ള വഴികൾ ഏറെ ദുർഘടമായ വഴികളാണ്. പർവ്വതങ്ങൾ താണ്ടി വേണം അവിടേക്ക് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ. അതുകൊണ്ട് ഞങ്ങളെല്ലാം ആ വീട്ടിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നായിരുന്നു. പോകാനുള്ള, യാത്ര ചെയ്യാനുള്ള, ഏതൊരു മനുഷ്യനും പോകേണ്ടുന്ന ഒരു വീട്, പരലോകമെന്ന വീട്, ആ വീട്ടിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ വീട്ടിൽ യാതൊരു തരത്തിലുള്ള വിഭവങ്ങളും വിരിപ്പുകളും ഇനി നിങ്ങൾക്ക് തരാൻ ബാക്കിയില്ലല്ലോ എന്നായിരുന്നു അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിന്റെ രാപ്പകലുകൾ, പുണ്യമേറിയ ദിനരാത്രങ്ങൾ, സ്വതക്കകൾ ചെയ്യാനുള്ള അനവധി അവസരങ്ങൾ, ആരാധനകൾക്ക്, പ്രാർത്ഥനകൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക്, ഖുർആൻ പാരായണങ്ങൾക്കുള്ള ഒട്ടേറെ അവസരങ്ങൾ. ഈ അവസരങ്ങളും ഈ സന്ദർഭങ്ങളും ഈ സമയങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചിട്ട്, പ്രിയമുള്ളവരെ, ആ ഭവനത്തിലേക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? എന്താണ് എന്റെയും നിങ്ങളുടെയും കൈകളിലുള്ളത്? എന്താണ് നാം തയ്യാറാക്കി വച്ചിട്ടുള്ളത്? പരിശുദ്ധ റമളാൻ നമ്മുടേതായി മാറിക്കഴിഞ്ഞിട്ടുണ്ടോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ, ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ. ദുനിയാവെന്ന് പറയുന്നത് നമ്മുടെ പിന്നിൽ കഴിഞ്ഞു പോയ ഒന്നാണ്. വർതഹലത്തിൽ ആഖിറ മുഖ്ബില. ആഖിറത്ത് എന്ന് പറയുന്നത്, പരലോകം എന്ന് പറയുന്നത് നമ്മുടെ മുൻപിൽ വരാനിരിക്കുന്ന ഒന്നാണ്. അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിൽ നിന്ന് നമ്മൾ യാത്ര പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ. ഓരോരുത്തർക്കും ഓരോ മക്കളുണ്ട്, ഓരോരുത്തർക്കും ഓരോ സന്താനങ്ങളുണ്ട്. ആരുടെ സന്താനങ്ങളാണ് നമ്മൾ? ദുനിയാവിന്റെ സന്താനങ്ങളാണോ? ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ. ദുനിയാവിന്റെ സന്താനങ്ങളാകാതെ പരലോകത്തിന്റെ സന്താനങ്ങളാവുക. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ. ദുനിയാവിന്റെ സന്താനങ്ങളായി മാറേണ്ടവരല്ല നമ്മൾ. ഫഇന്നൽ യൗമ അമലുൻ. ഇന്നത്തെ ദിവസം പ്രവർത്തനത്തിൻ്റെതാണ്. ഇന്നത്തെ ദിവസം പ്രവർത്തനത്തിൻ്റെതാണ്. വലാ ഹിസാബ്. വിചാരണയുടെ ദിവസങ്ങളല്ല ഇന്ന്, വിചാരണയുടെ ദിവസങ്ങളല്ല. വഗദൻ ഹിസാബ്. നാളെ വിചാരണയാണ് പ്രിയമുള്ളവർ, നാളെ വിചാരണയാണ്. നാളെ നമ്മെ കാത്തിരിക്കുന്നത് നമ്മുടെ തുലാസുകൾ കനം തൂക്കുകയാണ്. നാളെ വല അമൽ, പ്രവർത്തനങ്ങൾക്കുള്ള അവസരങ്ങളില്ല. അൽയൗം, ഇന്നാണ് നാം ജീവിക്കുന്ന ഈ നിമിഷം, ഈ സന്ദർഭങ്ങൾ, ഈ സമയങ്ങൾ, ഈ കഴിഞ്ഞു പോകുന്ന ദിനരാത്രങ്ങൾ, അതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളുടെ ദിനങ്ങൾ. പ്രവർത്തിച്ചുവോ നാം? സമ്പാദിച്ചുവോ നാം? റമദാൻ കഴിഞ്ഞു, നമ്മുടെ ഏത് പ്ലാനുകളാണ് നടക്കാതെ പോയത്? നമുക്കെവിടെയാണ് പണം തികയാതെ വന്നത്? നമുക്കെവിടെയാണ് സമയം കിട്ടാതെ പോയത്? നമ്മുടെ നോമ്പ് തുറകൾ നടന്നിട്ടില്ലേ? നമ്മുടെ പർച്ചേസുകൾ കൃത്യമായി നടന്നുപോയില്ലയോ? നമ്മുടെ വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങിവച്ചില്ലയോ? നമ്മുടെ ഏത് യാത്രയാണ് മുടങ്ങിപ്പോയിട്ടുള്ളത്? നമ്മുടെ യാത്രകൾ മുടങ്ങിയിട്ടില്ല, നമ്മുടെ പ്ലാനുകൾ പാളിയിട്ടില്ല, നമ്മുടെ കച്ചവടങ്ങൾ മുടങ്ങിയിട്ടില്ല, നമ്മുടെ പർച്ചേസുകൾ മുടങ്ങിയിട്ടില്ല. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ ദുനിയാവിനെയാണോ നാം വാങ്ങിയത്? പരലോകത്തെയാണോ നാം വാങ്ങിയത്?
പരിശുദ്ധ റമദാൻ ദുനിയാവിന്റെ മക്കളായി നാം മാറിയോ, പരലോകത്തിന്റെ മക്കളായി നാം മാറിയോ? ജീവിതത്തിന്റെ തീർന്നു പോകുന്ന ഈ ആയുസ്സിന്റെ കഴിഞ്ഞുപോയ നിമിഷം വരെയും ദുനിയാവിന്റെ മക്കളായി ഞാൻ ജീവിച്ചുവോ, പരലോകത്തിന്റെ മക്കളായി മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കർമ്മങ്ങൾ കൊണ്ട് സജീവമായോ റമദാൻ, പ്രാർത്ഥനകൾ കൊണ്ട് സജീവമായോ റമദാൻ, ആരാധനകൾ കൊണ്ട് സജീവമായോ റമദാൻ, രാത്രികളിൽ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ സാധിച്ചുവോ റമദാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ കഴിഞ്ഞുവോ റമദാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഓടാൻ കഴിഞ്ഞുവോ റമദാൻ, കരയുന്ന കണ്ണുകൾക്ക് ആശ്വാസമായി മാറ്റാൻ കഴിഞ്ഞുവോ റമദാൻ, തണലായി മാറാൻ കഴിഞ്ഞുവോ റമദാൻ, ജീവിതത്തിന്റെ സമ്പാദ്യമായി പരലോകത്തേക്ക് വേണ്ട മുതൽക്കൂട്ടായി മാറിയോ റമദാൻ, ഖബറിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കിയോ റമദാൻ, പരലോകത്തേക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കിയോ റമദാൻ, വിചാരണക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കിയോ റമദാൻ, സ്വർഗത്തിന് വേണ്ട വിഭവങ്ങൾ ഒരുക്കിയോ റമദാൻ. ചോദിക്കണ്ടേ നമ്മളോട് ചോദിക്കണ്ടേ, ആവർത്തിച്ച് നമ്മളോടുള്ള ചോദ്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതില്ലല്ലോ, ആവർത്തിച്ച് ചോദിക്കേണ്ടതില്ലയോ? പ്രിയമുള്ളവരെ, റമദാൻ വിശുദ്ധ ഖുർആനിന്റെ എത്ര വചനങ്ങളിലൂടെ, ആ വചനങ്ങളുടെ എത്ര ആശയങ്ങളിലൂടെ, എത്ര സൂറത്തുകളിലൂടെ, നമസ്കാരത്തിന്റെ എത്ര ജമാഅത്തുകൾ നഷ്ടപ്പെടാതെ എനിക്ക് ആ ജമാഅത്തുകൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്ര സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, റമദാനിന്റെ പകലുകളിൽ എത്ര നന്മകൾ എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, റമദാനിന്റെ പകലുകളിൽ തിന്മകളിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുവോ, റമദാനിന്റെ പകലുകളിൽ സത്യസന്ധമായി സത്യം പറഞ്ഞുകൊണ്ട് എന്റെ കച്ചവടം നടത്താൻ എനിക്ക് കഴിഞ്ഞുവോ, റമദാനിന്റെ പകലുകളിൽ അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ എനിക്ക് കഴിഞ്ഞുവോ, പരിശുദ്ധ റമദാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ചേർത്ത് വെക്കാൻ എനിക്ക് കഴിഞ്ഞുവോ, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വെക്കാൻ എനിക്ക് കഴിഞ്ഞുവോ? ആലോചിക്കേണ്ടതില്ലേ പ്രിയമുള്ളവരെ? പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്നങ്ങനെ പോവുകയാണ്, യാത്ര പറയുകയാണ്. യാത്ര പറയുന്ന സമയത്ത് സ്വന്തത്തോട് അന്യായം അതിക്രമം ചെയ്തു പോയ മനുഷ്യരെ, അല്ലയോ അടിമകളെ, അള്ളാഹുവിന്റെ വിളിയിതാ വന്നിരിക്കുന്നു. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരായി പോകേണ്ടതില്ല കേട്ടോ. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരായി പോകേണ്ടതില്ല. അല്ലാഹു ആരാണ്? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്, എല്ലാ തെറ്റുകളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, കാരുണ്യവാനായ പാപങ്ങൾ പൊറുക്കുന്നവനായ അല്ലാഹു, ആ നാഥൻ നമ്മെ വിളിക്കുകയാണ്. ആ നാഥനിലേക്ക് നമുക്ക് യാത്ര പോകേണ്ടതുണ്ട്. വഅനീബൂ ഇലാ റബ്ബിക്കും, ഇതാ നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക്, നിങ്ങളുടെ നാഥനിലേക്ക്, നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ നോവറിയുന്ന, നമ്മുടെ നൊമ്പരങ്ങൾ അറിയുന്ന റബ്ബിലേക്ക്, വഅനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുക. വഅസ്ലിമൂ ലഹു, അവനു നിങ്ങൾ കീഴൊതുങ്ങുക. മിൻ ഖബലി അൻ യഅതിയകുമുൽ അദാബ്, മരണം നമ്മിലേക്ക് കടന്നു വരുന്നതിന് മുൻപായി, ജീവിതത്തിന്റെ അവസാന സമയം കടന്നു വരുന്നതിന് മുൻപായി അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുക, അല്ലാഹുവിലേക്ക് യാത്ര ചെയ്യുക, അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ, അല്ലാഹുവിലേക്ക് പാപമോചനങ്ങൾ ചോദിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ. അപേക്ഷ സമർപ്പിക്കണം ആദ്യം, അതാണ് ഇസ്തിഗ്ഫാർ, പാപമോചനം. ആ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട്, തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാൻ, അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ് തൗബയിലൂടെ. തൗബയുടെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാറാണ്. പാപമോചനം തേടുക എന്നതാണ്, തെറ്റുകളേറ്റു പറയുക എന്നതാണ്. തൗബയിലുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ചെയ്തുപോയ തെറ്റുകളെ കുറിച്ചുള്ള കുറ്റബോധമുണ്ടോ? ചെയ്തുപോയ അന്യായങ്ങളെ കുറിച്ചുള്ള, ചെയ്തുപോയ തിന്മകളെ കുറിച്ചുള്ള, കണ്ടുപോയ തിന്മകളെ കുറിച്ചുള്ള, കാഴ്ചകളെ കുറിച്ചുള്ള കുറ്റബോധങ്ങളുണ്ടോ? ആ കുറ്റബോധങ്ങൾ ഓർത്ത് നമ്മുടെ മനസ്സുകൾ പിടയുന്നുണ്ടോ?
തെറ്റായി പോയി എന്നതോർത്തുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ ആ നിമിഷങ്ങളെ, സമയങ്ങളെ ഓർക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇനി അത് ചെയ്യുകയില്ല എന്ന തീർച്ച നമുക്കുണ്ടായിട്ടുണ്ടോ? ഇനി അത് ചെയ്യുകയില്ല, ഇനി ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങുകയില്ല. ചെയ്തു പോയ തെറ്റുകൾക്ക് പരിഹാരമായി ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, നന്മകൾ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കാൻ, ഖുർആൻ പാരായണങ്ങൾ അനുഷ്ഠിക്കാൻ, നന്മകൾ ചെയ്തുകൊണ്ട് തെറ്റുകളുടെ സ്ഥാനത്ത് നന്മകൾ വെച്ചുകൊണ്ട് തെറ്റുകളെ മായ്ച്ചു കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ നാഥൻ, കരുണാമയനായ നാഥൻ, വദൂദായ റബ്ബ്, ഗഫൂറായ റബ്ബ്, റഹ്മാനായ റബ്ബ്, റഹീമായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയേറെ നമ്മെ ഇഷ്ടപ്പെടുന്ന, അത്രയേറെ നമ്മോട് കരുണ കാണിക്കുന്ന, അത്രയേറെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാത്തിരിക്കുന്ന, തെറ്റുകളേറ്റു പറയുന്നവരുടെ തെറ്റുകൾ ഏറ്റെടുക്കാൻ, പശ്ചാത്തപിക്കുന്നവരുടെ പശ്ചാത്തപങ്ങൾ ഏറ്റെടുക്കാൻ, ആ തെറ്റുകൾക്ക് പകരം നന്മകൾ ചെയ്യുമ്പോ, നന്മകളിലേക്ക് മത്സരിക്കുമ്പോ, നന്മകളിലേക്ക് ഓടുമ്പോ, കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യുമ്പോ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ. ഫഉലൈക യുബദ്ദിലുല്ലാഹു, അല്ലാഹു പകരം വെക്കുകയാണ്, സയ്യിആതിഹിം ഹസനാത്ത്, തെറ്റുകൾക്ക് പകരം നന്മകളെ പകരം വെച്ചുകൊണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നന്മകളെ പകരം വെക്കുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ നടക്കുമ്പോ തിന്മകൾക്ക് പകരം ആ തിന്മകളെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് നന്മകൾ വെക്കുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകുമ്പോ നാം ചെയ്തു പോയ തെറ്റുകൾക്ക് പകരം അവിടെ ആ തെറ്റിന്റെ സ്ഥാനത്ത് ഹസനാത്തുകൾ, നാം ചെയ്യുന്ന ഹസനാത്തുകൾ, നാം ചെയ്യുന്ന നന്മകൾ, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ആ തെറ്റുകളുടെ സ്ഥാനത്ത് വെച്ച് ആ തെറ്റുകളെ മായ്ച്ചു കളയുന്ന നാഥൻ, അത്രയേറെ നമ്മെ സ്നേഹിക്കുന്ന, അത്രയേറെ നമ്മോട് കരുണ കാണിക്കുന്ന, അത്രയേറെ നമ്മോട് കാരുണ്യമുള്ള, അത്രയേറെ നമ്മോട് റഹ്മത്തുള്ള നാഥൻ, ആ നാഥനിലേക്ക് നമുക്ക് പാപങ്ങൾ ഏറ്റുപറയാൻ കഴിഞ്ഞുവോ? ആ അല്ലാഹുവിലേക്ക് നമുക്ക് തേടാൻ കഴിഞ്ഞുവോ? പശ്ചാത്താപത്തിന്റെ ആദ്യ പടി എന്ന രൂപത്തിൽ അപേക്ഷകൾ അവതരിപ്പിക്കാൻ അല്ലാഹുവിന്റെ മുൻപിൽ ആ അപേക്ഷകൾ ഏറ്റുപറയാൻ നമുക്ക് കഴിഞ്ഞുവോ? നമ്മൾ ആലോചിക്കണം. സ്വയം ഒരു വിലയിരുത്തൽ, സ്വയം ഒരു ആലോചന നമ്മോട് ചോദിക്കണം. എന്നിട്ട് അല്ലാഹുവിനോട് മനസ്സിന്റെ ഭാഷയിൽ അല്ലാഹുവിനോട് സംസാരിക്കണം. മനസ്സിന്റെ ഭാഷയിൽ അല്ലാഹുവിനോട് സംസാരിക്കണം. മനസ്സിന്റെ ഭാഷയിൽ അല്ലാഹുവിനോട് സംസാരിക്കുമ്പോ, മനസ്സ് തുറന്ന് അല്ലാഹുവിനോട് പറയുമ്പോ മനസ്സിനനുസരിച്ചു നമ്മുടെ ശരീരം പ്രതികരിക്കും. മനസ്സിനനുസരിച്ചു നമ്മുടെ ശരീരം പ്രതികരിക്കും. വതളഹകൂന വലാ തബ്കൂൻ, വതളഹകൂന വലാ തബ്കൂൻ, നിങ്ങൾ എന്താണ് ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത്? വലാ തബ്കൂൻ, നിങ്ങൾക്ക് എന്താണ് കരയാൻ കഴിയാത്തത്? മനസ്സറിഞ്ഞ് അല്ലാഹുവിനോട് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന്റെ പടിയായി, ആ ചോദ്യത്തിന്റെ പ്രതികരണമായി നമ്മുടെ കണ്ണുകൾ നനയും. എന്തുകൊണ്ടാണ് വലാ തബ്കൂൻ, നിങ്ങൾ എന്താണ് കരയാത്തത്? വഅൻതും സാമിദൂൻ, നിങ്ങൾ എന്താണ് ഇപ്പോഴും അശ്രദ്ധയിലാണോ? നമ്മോടുള്ള ചോദ്യമാണ്. നമ്മൾ ഇപ്പോഴും അശ്രദ്ധയിലാണോ? നമുക്കെന്താണ് കരയാൻ കഴിയാത്തത്? നമുക്കെന്താണ് അല്ലാഹുവിലേക്ക് കരയാൻ കഴിയാത്തത്? ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ, എന്തുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്യാൻ കഴിയാത്തത്? കരഞ്ഞുകൊണ്ട് എന്താണ് പ്രാർത്ഥിക്കാൻ കഴിയാത്തത്? പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണിന്റെ ഒരു പ്രത്യേകതയാണ് കരയുക എന്നത്. കണ്ണിന്റെ ഒരു പ്രത്യേകതയാണ് കണ്ണുനീർ എന്ന് പറയുന്നത്. ആ കണ്ണുനീർ എപ്പോഴും കണ്ണിനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. കണ്ണുനീരിന്റെ രുചി ഉപ്പാണ്. ആ ഉപ്പിന്റെ രുചി എന്തിനാണ്? കണ്ണിലേക്ക് വരുന്ന അണുക്കളെ, കണ്ണിലേക്ക് വരുന്ന പ്രാണികളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. കണ്ണിലേക്ക് വരുന്ന അഴുക്കിനെ കണ്ണത് കഴുകിക്കളയുകയാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ആത്മീയമായി കരയുന്നതിലൂടെ നമ്മുടെ പാപങ്ങളെ കരയുന്നതിലൂടെ കഴുകിക്കളയാൻ കഴിയും.
അള്ളാഹുവിലേക്ക് കണ്ണുനീരൊഴുക്കിക്കൊണ്ടുള്ള തേട്ടങ്ങൾ ഉണ്ടായാൽ എപ്പോഴാ നമ്മൾ കരയുക? പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരും കരയുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. എന്നാൽ റമളാനിന്റെ ഈ പകലുകളിൽ വിശ്വാസികളായ മനുഷ്യർ അവരുടെ പാപങ്ങൾ ഓർത്ത് പ്രാർത്ഥനകൾ ചെയ്ത് ആരാധനകളിലൂടെ അല്ലാഹുവിനോട് കരയുമ്പോൾ അല്ലാഹുവിന് അത് ഇഷ്ടമാണ്. ആരും പട്ടിണി കിടക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല, ആരും വിശക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വച്ചത്, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചുന്നവൻ വിശ്വാസിയല്ല. അല്ലാഹുവിന് പട്ടിണി കിടക്കുന്നത് ഇഷ്ടമല്ല. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. മതനിഷേധിയാണ് ആര്? പാവപ്പെട്ടവന്റെ ഭക്ഷണം നൽകാത്തവനല്ല, ഭക്ഷണത്തിനൊരു പ്രോത്സാഹനം പോലും നൽകാൻ കഴിയാത്തവൻ, അവൻ മതനിഷേധിയാകുന്നു എന്നതാണ് ഖുർആനിന്റെ കൽപ്പന. അല്ലാഹുവിന് ഇഷ്ടമല്ല ആരും പട്ടിണി കിടക്കുന്നത്. പക്ഷേ റമളാനിന്റെ പകലിൽ പട്ടിണി കിടക്കുന്നവനെയാണ് അല്ലാഹുവിന് ഇഷ്ടം, വിശപ്പ് അനുഭവിക്കുന്നവനെയാണ് അല്ലാഹുവിന് ഇഷ്ടം. അല്ലാഹുവിന് ഇഷ്ടം അങ്ങനെയാണ്. കരയുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമല്ല. പക്ഷേ അല്ലാഹുവിനെ ഓർത്ത്, പാപങ്ങളെ ഓർത്ത്, തെറ്റുകളെ ഓർത്ത് കരഞ്ഞാൽ അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ആ ഇഷ്ടം നേടാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? പ്രവാചകന്മാർ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ സൂറത്ത് മറിയമിന്റെ 58-ാമത്തെ വചനം, ഉലൈകല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യത്തി ആദം അലൈഹിസ്സലാമിന്റെ മക്കൾ ആരൊക്കെയാണ്? ഇദ്രീസ് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, വമിമ്മൻ ഹമൽനാ മഅ നൂഹ് അലൈഹിസ്സലാം ചുമന്നവർ. അതുപോലെ തന്നെ വമിൻ ദുർരിയ്യത്തി ഇബ്രാഹിം നബിയുടെ സന്താനങ്ങൾ, ഇസ്ഹാഖ് നബി, ഇസ്മായിൽ നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വ ഇസ്രായീൽ പ്രവാചകന്മാർ, മൂസാ നബി, ഹാറൂൻ നബി, അതുപോലെ തന്നെ യാക്കൂബ് നബി, യൂസുഫ് നബി, ഈസാ നബി, എല്ലാ പ്രവാചകന്മാരെയും എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുകയാണ്, വമിമ്മൻ ഹദൈനാ, അവരെല്ലാവരും അല്ലാഹു സന്മാർഗം നൽകിയവരാണ്. ആരായിരുന്നു അവർ? ഇദാ തുത്ലാ അലൈഹിം ആയാത്തുർ റഹ്മാൻ, അല്ലാഹുവിന്റെ കാരുണ്യവാനിന്റെ അടയാളങ്ങൾ അവർക്ക് ലഭിച്ചാൽ അവർ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുന്നവരായിരുന്നു. പ്രവാചകന്മാർ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുന്നവരായിരുന്നു. അവർ പ്രവാചകന്മാരാണ്, അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ചവരായിരുന്നു അവർ. എന്നിട്ടും അവർ കരഞ്ഞു. അവർ കരഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീണു. പ്രിയമുള്ളവരെ, നമ്മളോ? നമുക്ക് കരയാൻ കഴിയുന്നുണ്ട്. നമ്മൾ കരയാറുണ്ട്. എപ്പോഴാ? നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ കരയാറുണ്ട്. കച്ചവടത്തിൽ വലിയ നഷ്ടം സംഭവിച്ചാൽ കരഞ്ഞു പോകാറുണ്ട്. നമ്മൾ വേദനകളിൽ നമ്മൾ കരയാറുണ്ട്. വേർപാടുകളിൽ നമ്മൾ കരയാറുണ്ട്. വിരഹങ്ങളിൽ നമ്മൾ കരയാറുണ്ട്. വേദനകളിൽ, വിരഹങ്ങളിൽ, വേർപാടുകളിൽ ചില കാഴ്ചകൾ നമ്മളെ കരയിപ്പിക്കാറുണ്ട്. ചില വീഡിയോകൾ നമ്മുടെ കണ്ണുകളെ നനയ്ക്കാറുണ്ട്. പ്രിയമുള്ളവരെ, കരയാറുണ്ട്. നമ്മൾ ജീവിതത്തിന്റെ പല വേളകളിലും നമ്മൾ കരയാറുണ്ട്. കണ്ണീരൊഴുകാറുണ്ട് എന്റെയും നിങ്ങളുടെയും കണ്ണുകളിലൂടെ. പക്ഷേ ആ കണ്ണുനീർ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടാണോ ഉണ്ടായിത്തീരാറുള്ളത്? ആ കണ്ണുനീർ എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ ഓർത്തുകൊണ്ട് ഞാനോ നിങ്ങളോ നമ്മുടെ കണ്ണുകൾ നനഞ്ഞു പോയിട്ടുണ്ടോ? അള്ളാഹുവിനോടുള്ള സത്യം, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സത്യമാണെങ്കിൽ, ചെയ്തു പോയ തെറ്റുകളിൽ കുറ്റബോധമുണ്ടെങ്കിൽ, വരാനിരിക്കുന്ന പരലോകത്തെ കുറിച്ച് നഷ്ടബോധമുണ്ടെങ്കിൽ, വരാനിരിക്കുന്ന ഖബറിനെ കുറിച്ച് നഷ്ടബോധമുണ്ടെങ്കിൽ, വരാനിരിക്കുന്ന വിചാരണയെ കുറിച്ച് നഷ്ടബോധമുണ്ടെങ്കിൽ, വരാനിരിക്കുന്ന സ്വർഗത്തെ കുറിച്ച് നഷ്ടബോധമുണ്ടെങ്കിൽ, വരാനിരിക്കുന്ന നരകത്തെ കുറിച്ച് പേടിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കണ്ണുകൾ നിറയും. എന്റെയും നിങ്ങളുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും.
വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പരലോകത്തിന്റെ വിചാരണയുടെ വേളയിൽ ഓരോ ദിവസങ്ങളെയും കീറി മുറിച്ച് അല്ലാഹു പരിശോധിക്കുന്ന ആ വേളയുണ്ടല്ലോ, ഞാനും നിങ്ങളും ചെയ്തു പോയ തെറ്റുകളുടെ കൂമ്പാരങ്ങളെ, അവയെക്കുറിച്ച് ഞാനും നിങ്ങളും ഓർത്തുപോകുന്നുവെങ്കിൽ നമ്മുടെ കണ്ണുകൾ നിറയും. കണ്ടുപോയ കാഴ്ചകൾ, തിന്മയുടെ, തെറ്റുകളുടെ, സമ്പാദ്യങ്ങളിൽ വന്നിട്ടുള്ള നമ്മുടെ തിന്മകൾ, ജീവിതത്തിൽ ചെയ്യാതെ പോയ ആരാധനകൾ, നഷ്ടപ്പെട്ടു പോയ നമസ്കാരങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ജുമാകൾ, നഷ്ടപ്പെട്ടു പോയ ജുമായുടെ സമയങ്ങൾ, അവയെക്കുറിച്ച് ഞാനും നിങ്ങളും പരിതപിക്കുകയോ കുറ്റബോധം ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും പ്രിയമുള്ളവരെ നമുക്ക് കരയാൻ കഴിയും, കണ്ണു നിറയും. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ, യൗവനത്തിന്റെ തിളച്ചുമറിയുന്ന നല്ല കാലം, ആ നല്ല കാലം നന്മയിൽ ചെലവഴിക്കാൻ കഴിയാതെ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മാറ്റിവെക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊരു കുറ്റബോധം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ നിറയും. നമ്മുടെ തെറ്റുകളെ കുറിച്ച് കുറ്റബോധം മനസ്സിനകത്ത് വന്ന് ആ തെറ്റുകളെ ഏറ്റുപറയുമ്പോ, റബ്ബേ, എനിക്ക് എന്റെ ജീവിതത്തിൽ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി ആ നന്മകളിലേക്ക് ചേരാതെ തിന്മകളിൽ എന്റെ ജീവിതം കഴിഞ്ഞുപോയല്ലോ എന്നോർത്തുകൊണ്ട് മനസ്സിൽ നിന്ന് വിങ്ങലുകൾ ഉണ്ടാകുമ്പോ നമ്മുടെ കണ്ണുകൾക്ക് കരയാൻ കഴിയും. പ്രിയമുള്ളവരെ, ഐനാൻ, രണ്ടു കണ്ണുകൾ, ലാ തമസ്സുഹുമന്നാർ, ആ രണ്ട് കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല. ഐനുൻ ബഖത്ത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചോർത്ത് കരയുന്ന കണ്ണാണ് ഒന്ന്. അല്ലാഹുവിനെ കുറിച്ചോർത്ത് കരയുന്ന കണ്ണാണ്. ആ കണ്ണുകളെ അല്ലാഹുവിന്റെ നരകം, ആ ശിക്ഷയുടെ നരകം ആ കണ്ണുകളെ ബാധിക്കുകയില്ല എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ വേളയിൽ കരയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ്, അല്ലയോ അബൂ ഹുറൈറ, എന്താണ് താങ്കൾ കരയുന്നത്? പ്രവാചകന്റെ സാത്വികരായ സഹാബത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ബദറിൽ, ഉഹദിൽ, ഖന്തക്കിൽ, തബൂക്കിൽ, ഹുനൈനിൽ പ്രവാചകനോടൊപ്പം ഓടിയവർ, പ്രവാചകനോടൊപ്പം ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവർ, പ്രവാചകനോടൊപ്പം ഖുർആനിന്റെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയവർ, കഠിനമായ ദാരിദ്ര്യത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവർ, സമ്പത്ത് മുഴുവൻ ചെലവഴിക്കാൻ തയ്യാറായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം, പ്രിയമുള്ളവരെ, മരണസമയത്ത് തന്റെ പള്ളിയിൽ വെച്ചിട്ടുള്ള 80,000 ദിർഹം ആരും അതെടുത്തിട്ടില്ല. മരിക്കുമ്പോ 80,000 ദിർഹമിന്റെ അവകാശിയായി ഞാനെങ്ങാനും മരിച്ചാൽ എന്റെ ജീവിതത്തിൽ ഖുറൈശികൾ എനിക്ക് വേണ്ടി തീ കത്തിച്ചിട്ട് ആ തീയിൽ, ആ വിറകിൽ എന്നെ കിടത്തി വലിച്ചിട്ട് എന്റെ ശരീരത്തിന്റെ പുറകുഭാഗത്ത് മാംസങ്ങൾ ഇല്ലാതായി പോയ അത്ര വലിയ ത്യാഗം അനുഭവിച്ചിട്ട് പോലും ആ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ പേടി, ആ ത്യാഗത്തിന്റെ പകരമായി 80,000 ദിർഹം അത് ബാക്കിയായാൽ അതെങ്ങാനും നാളെ എന്റെ സ്വർഗത്തിന്, എന്റെ പരലോകത്തിന് തടസ്സമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞു പോകുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ, യബ്കീനി ബുഅദസ് സഫർ വഖില്ലത്തുസ് സാദ്, പോകാനുള്ള യാത്രയുടെ ദൂരം, പരലോകത്തേക്കുള്ള യാത്രയുടെ ദൂരം, വഖില്ലത്തുസ് സാദ്, കയ്യിലുള്ള വിഭവത്തിന്റെ ആ വളരെ കുറഞ്ഞ വിഭവങ്ങളായിരുന്നു. ആ വിഭവങ്ങളെ കുറിച്ചുള്ള ഓർമ്മയാണ്. അവരാണ് വിഭവങ്ങൾ കുറഞ്ഞുപോയല്ലോ എന്നോർത്ത് കരഞ്ഞുപോയത്. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് പ്രവാചകൻ ഖുതുബ നടത്തുമ്പോ പുറകിൽ നിന്നൊരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച്, ആ സന്ദർഭത്തെ കുറിച്ച് ഓർക്കുന്നുണ്ട്. സ്വർഗത്തെ കുറിച്ച് ഓർക്കുകയും നരകത്തെ കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നവർ കരഞ്ഞു പോകുമെന്ന് പ്രവാചകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ലൗ തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ അഅലമു, ഞാൻ അറിഞ്ഞിരുന്നതിനെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലലഹഖ്തും ഖലീലാ, നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ. വലബകൈതും കസീറാ,
നിങ്ങൾ ധാരാളമായി കരയുന്നവരായി മാറിപ്പോകുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സബഅത്തുൻ 7 വിഭാഗം ആളുകൾ, അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകൾ. അതിലൊരു വിഭാഗം, ഒരു മനുഷ്യൻ. ആരാണവൻ? വറജുലുൻ ദക്കറല്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവനാണ്. ഖാലിയ, ഒറ്റക്കൊരു വേളയിൽ ഒരു ഭാഗത്തൊഴിഞ്ഞിരുന്ന് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നവൻ. അവന്റെ 2 കണ്ണുകളും ഇങ്ങനെ കരഞ്ഞിട്ട് അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ട്. അവൻ ഓർക്കുന്നത് അല്ലാഹുവിനെ പറ്റിയാണ്. അവന്റെ ജീവിതത്തിൽ നഷ്ടം വന്ന കച്ചവടത്തെ പറ്റിയല്ല, അവന്റെ ജീവിതത്തിൽ വേർപെട്ടുപോയ അവന്റെ മാതാപിതാക്കളെ കുറിച്ചല്ല, അവന്റെ മക്കളെ കുറിച്ചല്ല, അവന്റെ ജീവിതത്തിൽ അവന് വന്നുപോയിട്ടുള്ള അവന്റെ രോഗങ്ങളെ കുറിച്ചോർത്ത് കരയുന്നവനല്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചോർത്ത് ഒരു ഭാഗത്തൊഴിഞ്ഞിരുന്ന് അല്ലാഹുവിനെ കുറിച്ചോർത്ത് കരയുകയാണ്. കരയാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരണസമയത്ത് കരയുന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്താണ് താങ്കളെ കരയിച്ചത്? ലിമതബക്കി, എന്താണ് താങ്കളെ കരയിച്ചത്? മരിക്കുമെന്നോർത്തുകൊണ്ട്, മരണത്തെ കുറിച്ചോർത്തുകൊണ്ട് കരയുന്നതാണ്. ഫഖാല ലാ വല്ലാഹ്, ലാ വല്ലാഹ്, അല്ല, അല്ലാഹുവാണ്, അല്ല. വലാകിൻ മിമ്മാ ബഅദ്, അതിനുശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചോർത്താണ്, അതിനുശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചോർത്താണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റുകളെ കുറിച്ചോർത്ത് സബറിൽ മൂപിക്കാത്ത വൻപാപങ്ങൾ വരെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടില്ല നമ്മൾ, തെറ്റുകൾ ചെയ്തു പോയിട്ടില്ല നമ്മൾ. ആ തെറ്റുകൾ ഓരോന്ന് ഓരോ സന്ദർഭങ്ങളിൽ ചെയ്തു പോയത്, രാത്രികളിൽ ചെയ്തു പോയത്, പകലുകളിൽ ചെയ്തു പോയത്, അയൽവാസികളോട് ചെയ്തു പോയത്, മാതാപിതാക്കളോട് ചെയ്തു പോയത്, ഭാര്യയോട്, മക്കളോട്, സഹോദരങ്ങളോട്, സഹോദരങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത്, കുടുംബങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത്, കളവ് പറയേണ്ടി വന്നത്, അക്രമത്തിന്റെ കൂടെ നിന്നത്, അനീതിയുടെ കൂടെ നിന്നത്, അനീതി ചെയ്യാൻ പ്രേരിപ്പിച്ചത്, കൂട്ടുകാരോടൊപ്പം ക്യാമ്പസുകളിൽ, ക്യാമ്പസുകളുടെ വരാന്തകളിൽ, യാത്രകളിൽ, ടൂറുകളിൽ പലപ്പോഴും ചെയ്തു പോയ തെറ്റുകൾ, തിന്മകൾ, നഷ്ടപ്പെട്ടു പോയ ജമാഅത്തുകൾ, നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ, ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കുക. അല്ലാഹുവിന് പുറമെയുള്ളവരോട് ആരാധിച്ചു പോയിട്ടില്ലേ? പ്രാർത്ഥിച്ചു പോയിട്ടില്ലേ? വിളിച്ചു തേടേണ്ടി വന്നിട്ടില്ലേ? പലപ്പോഴും അറിവില്ലാതെ ചെയ്തു പോയ ആ നിമിഷങ്ങളോർത്ത് അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞു, റബ്ബേ, എന്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള ആ തെറ്റുകൾ അവയൊക്കെ റബ്ബേ നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് റബ്ബിനോട് ഒറ്റയ്ക്കിരുന്ന് ചെയ്തു പോയ തെറ്റുകൾ ഓരോന്നോരോന്നായി, പ്രിയമുള്ളവരെ, ഈ അവസാന ദിനരാത്രങ്ങളുടെ രാത്രികളിൽ പള്ളികളിലോ വീടുകളിലോ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അല്ലാഹുവിനോട് തേടാൻ നമുക്ക് സാധ്യമാകുമോ? ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. തെറ്റുകൾ ഓർത്തെടുത്താൽ എത്രയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയിട്ടുള്ളത്, എത്രയാണ് തിന്മകൾ വന്നുപോയിട്ടുള്ളത്. എന്നാലും ആ തെറ്റുകളെ ഓർത്തുകൊണ്ട് കരയാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കുക. ഈ റമദാനിൽ അതിന് നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ ഇനി എപ്പോഴാണ്? പ്രിയമുള്ളവരെ, ഈ റമദാനിൽ നമുക്കതിനു സാധ്യമായിട്ടില്ലെങ്കിൽ ഇനി എപ്പോഴാണ്? ഈ രാവുകളിൽ, ഈ രാത്രികളിൽ, ഈ വെള്ളിയാഴ്ച നമുക്കതിനു സാധ്യമായിട്ടില്ലെങ്കിൽ ഇനി എപ്പോഴാണ്? റമദാനിന്റെ തൊട്ടു മുൻപാണ് ഹറമിൽ ഭാര്യയെ തവാഫ് ചെയ്യാൻ വേണ്ടി ഭർത്താവ് വീൽ ചെയർ തള്ളിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഭർത്താവ് ഒരു 20 റിയാൽ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്തിനാണ് ഈ 20 റിയാൽ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ 20 റിയാൽ കൈമാറി ഒരൽപ്പം സമയം കഴിഞ്ഞ് വീൽ ചെയർ തനിയെ മുന്നോട്ട് നീങ്ങിയപ്പോ അവർ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഭർത്താവ് വീണുപോയിട്ടുണ്ട്. ഭർത്താവ് അവിടെ വീണുപോയിട്ടുണ്ട്. ഭർത്താവ് ആ ഹറമിൽ അവിടെ വെച്ച് മരണപ്പെടുകയാണ്. ഭർത്താവിനെ കൊണ്ടുപോകാനുള്ള വാഹനം വന്ന് ആ വാഹനത്തിന്റെ ആളുകൾ ആ വാഹനത്തിന്റെ കൂലി ചോദിക്കുമ്പോ 20 റിയാലാണെന്ന് പറയുന്നുണ്ട്. എന്നെ ഈ ഭർത്താവ് തൊട്ടടുത്ത നിമിഷത്തിൽ എന്റെ കയ്യിലേക്ക് കൈമാറിയ ഈ 20 റിയാൽ
അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ വിലക്കൂലിയായിരുന്നു എന്ന് അവർ ചോദിച്ചു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, തൊട്ടടുത്ത നിമിഷങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ മനുഷ്യർ, മക്കൾ, കുടുംബങ്ങൾ. ഇനി എപ്പോഴാണ് ഞാനും നിങ്ങളും ഇട്ട വസ്ത്രം, ഇതിന്റെ ബട്ടൺസ്, ഇതിന്റെ ഈ വസ്ത്രം അഴിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. അത് നമ്മിൽ നിന്ന് അഴിക്കാൻ എന്റെ കൈകൾ ഉയരുമോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, അതിനു മുൻപായി അല്ലാഹുവിനെ ഓർത്ത്, പാപങ്ങളെ ഓർത്ത് കുറ്റബോധത്തോടുകൂടി കരയാൻ നമുക്ക് കഴിയുമോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മുൻഗാമികൾ കരഞ്ഞുപോയത്, മുൻഗാമികൾ അല്ലാഹുവിനോട് തേടിക്കൊണ്ടേയിരുന്നത്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. റബ്ബേ, ഫിർദൗസിന്റെ ആളാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. റബ്ബേ, നരകത്തിന്റെ ആ തീ അത് ഞങ്ങളുടെ ശരീരങ്ങൾക്ക് സഹിക്കാനും കഴിയുകയില്ല. ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പാപമോചനം നൽകണമേ. ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. റബ്ബേ, നീ ഏറ്റവും പാപം പൊറുക്കുന്നവനാണ്, ഒരുപാട് പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പാപങ്ങളെ പൊറുക്കണമേ എന്ന് മുൻഗാമികൾ തേടിയതുപോലെ പ്രിയമുള്ളവരെ തേടാൻ കഴിയേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന അഊദു ബിക മിൻ ഐനിൻ ലാ തദ്മ. അല്ലാഹുവേ, കരയാത്ത കണ്ണുകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്. കരയുന്ന കണ്ണുകൾ നൽകണമേ എന്ന് അള്ളാഹുവിനോട് തേടാറുണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഹൂദിന്റെ വചനങ്ങൾ, സൂറത്തുൽ ഹൂദിന്റെ 105 മുതലുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമ യഅതി ലാ തകല്ലമു നഫ്സുൻ, ഒരു മനുഷ്യനും സംസാരിക്കാൻ കഴിയാത്ത, ഇല്ലാ ബിഇദ്നി, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ, ഫമിൻഹും ശഖിയ്യും വസഈദ്, അവരിൽ ശഖിയുണ്ട്, അങ്ങേയറ്റം ദുർബലനായി പോയവൻ, ദൗർഭാഗ്യം കെട്ടവനായി തീർന്നവൻ, വസഈദ് സൗഭാഗ്യവാനായവൻ. രണ്ട് വിഭാഗം ആളുകളാണ് പരലോകത്ത്. അള്ളാഹുവിന്റെ മുൻപിൽ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ, ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കാതെ നമ്മൾ പറയുകയാണ്, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ സംസാരിക്കാൻ കഴിയാത്ത ഒരു ദിനം കടന്നു വരാനുണ്ട്. അവിടെ ശഖിയ്യും സഈദ്, ദൗർഭാഗ്യവാനായ മനുഷ്യൻ ശഖിയ്യ് വരുന്നുണ്ട്, സഈദ് സൗഭാഗ്യവാനായ മനുഷ്യനും വരുന്നുണ്ട്. ഫഅമ്മല്ലദീന ശഖൂ, ആരാണ് ദൗർഭാഗ്യവാൻ? ഫഫിന്നാർ, അവൻ നരകത്തിലാണ്. ലഹും ഫീഹാ സഫീറും വശഹീഖ്, ഇരമ്പലുകൾ കേൾക്കുന്ന, രോദനങ്ങൾ കേൾക്കുന്ന അത്തരത്തിലുള്ള നരകത്തിലേക്കാണ് അവന് പോകാനുള്ളത്. ഖാലിദീന ഫീഹാ, അതിലവർ ശാശ്വതമാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ശഖിയാകുമോ? ഞാനും നിങ്ങളും ദൗർഭാഗ്യവാന്മാരായി തീരുമോ? ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഖാലിദീന ഫീഹാ മാ ദാമത്തിസ് സമാവാതു വൽ അർദ് ഇല്ലാ മാ ശാഅ റബ്ബുക. അല്ലാഹു ഉദ്ദേശിക്കുന്നതല്ലാത്ത കാലത്തോളം, ഉദ്ദേശിക്കുന്ന കാലത്തോളം, ആകാശഭൂമികളുള്ള കാലത്തോളം ശാശ്വതമായി നരകത്തിലേക്ക് പോകേണ്ടി വരുന്നവൻ, ഒരു റമദാൻ കിട്ടിയിട്ട് അവന് സ്വർഗം നേടാൻ കഴിയാതെ, നരകവാസിയായി നരകമോചനം നേടാൻ കഴിയാതെ അങ്ങനെയാണ് ഒരാൾ ജീവിച്ചു തീർക്കുന്നതെങ്കിൽ അവൻ എത്ര ഭാഗ്യം കെട്ടവൻ. പ്രവാചകന്റെ വചനങ്ങൾ ഓർക്കുന്നില്ലേ നിങ്ങൾ? ശഖിയാണോ ഞാനും നിങ്ങളും? ഒരു റമദാൻ കിട്ടിയിട്ട് 23 നോമ്പുകൾ ആരോഗ്യത്തോടുകൂടി, കരുത്തോടുകൂടി, ആയുസ്സോടുകൂടി 23 നോമ്പുകൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരണം. ആ 23 നോമ്പുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാനും നിങ്ങളും ആലോചിക്കണം, ദൗർഭാഗ്യവാനായി തീർന്നുവോ നമ്മൾ? അതല്ല, വഅമ്മല്ലദീന സുഇദൂ, ആരാണ് സൗഭാഗ്യവാന്മാർ? ഫഫിൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്.
ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിന്റെ സുഖാഡംബരങ്ങളിൽ, നിലക്കാത്ത സുഖങ്ങളിൽ, വേദനകളില്ലാത്ത, വിരഹങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, നൊമ്പരങ്ങളില്ലാത്ത സ്വർഗം. ആ സ്വർഗത്തിൽ അവൻ ശാശ്വതമാണ്. ആകാശഭൂമികൾ നിലനിൽക്കുന്ന കാലത്തോളം, ഇല്ലാ മാ ശാ റബ്ബുക്, നിന്റെ റബ്ബ് ഉദ്ദേശിക്കുന്ന കാലത്തോളം, അതാഅൻ ഗൈറ മജ്ദൂദ്, അതാഅൻ ഗൈറ മജ്ദൂദ്, അല്ലാഹുവിന്റെ സമ്മാനം, നിലയ്ക്കാത്ത സമ്മാനം, അറ്റുപോകാത്ത സമ്മാനം, തീർന്നുപോകാത്ത സമ്മാനം. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ കൊണ്ട് നമ്മൾ നേടിയതെന്താ? നരകമാണോ? നരകമാണോ? നിലച്ചു പോകാത്ത സ്വർഗമാണോ? പരിശുദ്ധ റമദാൻ കൊണ്ട് നമ്മൾ ആരായിത്തീർന്നു? ദൗർഭാഗ്യവാനായോ? സൗഭാഗ്യവാനായോ? നമ്മുടെ ആയുസ് കൊണ്ട് നമ്മൾ ആരായിത്തീർന്നു? ദൗർഭാഗ്യവാനായോ? സൗഭാഗ്യവാനായോ? ചെയ്തുപോയ തെറ്റുകളോർത്ത് കുറ്റബോധത്താൽ മനസ്സു കടഞ്ഞ്, മനസ്സു വിങ്ങി അള്ളാഹുവിനോട് തേടിയോ? കണ്ണുകൾ നനഞ്ഞുവോ? കണ്ണുകൾ കലങ്ങിയോ? കണ്ണുകൾ കരഞ്ഞുവോ? കരയുന്ന കണ്ണുകൾ നമുക്കുണ്ടായിട്ടുണ്ടോ? ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഇനി എത്രയുണ്ട് സമയങ്ങൾ, ഇനി എത്രയുണ്ട് മണിക്കൂറുകൾ, ഇനി എത്രയുണ്ട് നിമിഷങ്ങൾ, ഇനി എത്രയുണ്ട് വയസ്സ്, ഇനി എത്രയുണ്ട് ദിവസങ്ങൾ? എപ്പോഴാണ് തീർന്നു പോവുക? എപ്പോഴാണ് കഴിഞ്ഞു പോവുക? അടുത്ത ഒരു റമദാൻ നമുക്കിനി ബാക്കിയുണ്ടാകുമോ? അടുത്ത ഒരു റമദാൻ നമുക്കിനി ബാക്കിയുണ്ടാകുമോ? പെരുന്നാളിന് മക്കളോടൊപ്പം പോകാൻ കഴിയുമോ? പെരുന്നാളിന് മക്കളോടൊപ്പം പോകാൻ കഴിയുമോ? കുടുംബത്തോടൊപ്പം ഇരിക്കാൻ കഴിയുമോ? മാതാപിതാക്കളോടൊപ്പം ഇനി നോമ്പ് തുറക്കാൻ കഴിയുമോ? മക്കളോടൊപ്പം ഇനി നോമ്പ് തുറക്കാൻ കഴിയുമോ? ഇണയോടൊപ്പം ഇനി നടക്കാൻ കഴിയുമോ? ഭാര്യയോടൊപ്പം ഇനി നടക്കാൻ കഴിയുമോ? ഉപ്പയുടെ തോളിൽ, ഉമ്മയുടെ തോളിൽ, ഉപ്പയുടെ മടിയിൽ, ഉമ്മയുടെ മടിയിൽ ഇനി കിടക്കാൻ കഴിയുമോ? നമ്മൾ ആലോചിക്കുക. ജീവിതത്തിൽ ഏതു സമയവും നിലച്ചു പോകാവുന്ന ഈ ശബ്ദം പോലെ ഏതു സമയവും വീണുപോകാവുന്ന നമ്മുടെ ശരീരം, ആ ശരീരത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് നമുക്ക് നമ്മളെ കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? ദൗർഭാഗ്യവാനായോ? സൗർഭാഗ്യവാനായോ? പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ ഇത് അവസാനിക്കുമ്പോ ഈ റമദാനിന്റെ എത്ര വെള്ളിയാഴ്ചകൾ കിട്ടി? ആ വെള്ളിയാഴ്ചകളിൽ എത്ര ജുമുഅകൾ എനിക്ക് പരിപൂർണമായി ലഭിച്ചിട്ടുണ്ട്? ജുമുഅയുടെ ആദ്യാവസാനം പള്ളിയിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ആലോചിക്കേണ്ട നമ്മൾ, നമ്മളോട് ചോദിക്കേണ്ട നമ്മൾ ഇനിയും റബ്ബിലേക്ക് കൈകൾ ഉയർത്തി തേടുന്നവരല്ലേ? എന്നിട്ടും അള്ളാഹുവിന്റെ മുൻപിലേക്ക് കടന്നു വരാൻ നമുക്കെന്താണ് തടസ്സമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? അത്തരത്തിലൊരു ആലോചനയും അത്തരത്തിലൊരു വിചാരണയും ജീവിതത്തിൽ നടത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തുപോയ നന്മകൾക്ക് കൂടുതൽ ഇരട്ടിയായി പ്രതിഫലം നൽകുന്നവനാണ് നാഥൻ. ആ ഇരട്ടി പ്രതിഫലം നൽകുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, മുഅ്മിനുകളിൽ, മുത്തഖികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വേദനകൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, മാതാപിതാക്കൾ, അവരുടെ വേദനകളിൽ നിന്ന്, അവരുടെ നൊമ്പരങ്ങളിൽ നിന്ന്, രോഗത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് സമാധാനം നൽകി, ശിഫ നൽകി അവരെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിലെ പ്രായമുള്ളവർ, നോമ്പെടുക്കാൻ കഴിയാത്തവർ, റമദാനിന്റെ എല്ലാ പ്രതിഫലവും അവർക്കും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അവരുടെ കടബാധ്യതകളിൽ നിന്ന് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, വേദനകൾ, പട്ടിണികൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അതിൽ നിന്ന് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, കരയുന്ന കണ്ണുകൾ നൽകി നിങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ചെയ്തുപോയ തെറ്റുകൾ, ചെയ്തുപോയ പാപങ്ങൾ, രാത്രികളിൽ മൊബൈൽ ഫോണിൽ, വീടിന്റെ ഉള്ളിൽ, അങ്ങാടികളിൽ, കൂട്ടുകാരോടൊപ്പം, കച്ചവടത്തിൽ, ഇടപാടുകളിൽ, സംസാരങ്ങളിൽ, ബന്ധങ്ങളിൽ, കൂട്ടുകെട്ടുകളിൽ ചെയ്തുപോയിട്ടുള്ള തെറ്റുകളെ ഓർത്ത് കരയുന്ന കണ്ണുകളാകാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, പാപങ്ങൾ പുറത്ത് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന വിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ തമ്പുരാനെ.
ഞങ്ങളുടെ മാതാപിതാക്കളെ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ, നിന്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ, സദഖ നൽകാൻ പലരും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, സക്കാത്തിന്റെ ബാധ്യതയുള്ളവരുണ്ട്. അല്ലാഹുവേ, നൽകാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. നമ്മുടെ ഈ പള്ളിയുടെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി, അല്ലാഹുവിന്റെ ഭവനത്തിനു വേണ്ടിയുള്ള ഒരു ഭാഗം ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നൽകേണ്ടതുണ്ട്. നമ്മുടെ ഭവനങ്ങൾക്ക് ചെലവഴിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഭവനമാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഭവനമാണ്, ഖുർആൻ പഠനങ്ങൾ സംഘടിപ്പിക്കുന്ന ഭവനമാണ്. ഈ ഭവനത്തിനു വേണ്ടിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഹിതങ്ങൾ നൽകുക. അല്ലാഹു അതും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇരട്ടി ഇരട്ടിയായി പരലോക ഭവനങ്ങൾ ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗസയുടെ മണ്ണിൽ, പലസ്തീനിന്റെ മണ്ണിൽ വേദനകൾ അനുഭവിക്കുന്നവർ, പട്ടിണി കിടക്കുന്നവർ, നൊമ്പരങ്ങൾ അനുഭവിക്കുന്നവർ, തണുത്തുറഞ്ഞ ടെന്റുകളിൽ കിടക്കുന്നവർ, അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങളാണവർ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉപ്പമാരെ പോലെയുള്ളവർ, ഞങ്ങളുടെ മക്കളെ പോലെയുള്ളവർ, അല്ലാഹുവേ അവരെ അനുഗ്രഹിക്കണമേ നാഥ. അഭയം നൽകണമേ തമ്പുരാനെ. ലോകത്തിന്റെ വിവിധ നാടുകളിൽ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നവർ, ശത്രുക്കൾ, മനുഷ്യരുടെ ശത്രുക്കൾ, യുദ്ധങ്ങളിലൂടെ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവേ അവർക്ക് നീ പാഠം പഠിപ്പിക്കണമേ നാഥ. അഭയാർത്ഥികളായി മാറുന്നവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അഭയം നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم ادخلنا الجنة يا رب العالمين، اللهم ادخلنا الجنة يا رب العالمين، اللهم ادخلنا الجنة يا رب العالمين. ربنا اغفر لنا ذنوبنا، ربنا اغفر لنا ذنوبنا، ربنا اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا ظلمنا أنفسنا، ربنا ظلمنا أنفسنا، ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وصلاتنا وصيامنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آله وصحبه أجمعين.